മലയാള ഭാഷ ഉപയോഗിക്കുന്നതിനു മുമ്പ് ഉപയോഗിച്ചിരുന്ന അക്ഷരമാല ഏത്? വട്ടെഴുത്ത്. ഡച്ചുകാർ എന്ന് വിളിക്കുന്നത് ഏത് രാജ്യക്കാരെയാണ്? നെതർലാൻഡ്. ഏത് രാജ്യത്തിനുള്ളിലാണ് വത്തിക്കാൻ സ്ഥിതി ചെയ്യുന്നത്? ഇറ്റലി. ഭൂമധ്യരേഖയെ 2 പ്രാവശ്യം മുറിച്ചു കടക്കുന്ന നദി ഏത്? കോങ്കോ. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏത്? ലിഥിയം. ഏത് വിഷലോഹം കൊണ്ടാണ് ഇതായ് ഇതായ് രോഗം ഉണ്ടാകുന്നത്? കാഡ്മിയം. കാർ ബാറ്ററിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത്? സൾഫ്യൂരിക് ആസിഡ്. കറൻസി നോട്ടുകളിൽ ഒപ്പുവെക്കുന്നത് ആര്? റിസർവ് ബാങ്ക് ഗവർണർ. ആണവശേഷിയുള്ള ആദ്യ ഇന്ത്യൻ മുങ്ങിക്കപ്പൽ? അരിഹിന്ദ്. ഡൽഹി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട വ്യക്തി? സി കൃഷ്ണൻ നായർ. സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ? അമർത്യ സെൻ. സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ? അഭിജിത്ത് ബാനർജി. ഔദ്യോഗിക പദവിയിലിരിക്കെ വിദേശത്ത് വെച്ച് അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ ആര്? രാകേഷ് ശർമ്മ. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? വിൻസ്റ്റൺ ചർച്ചിൽ. മൈക്രോബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ലൂയിസ് പാസ്ചർ. കൗടില്യൻ രചിച്ച അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദി ഏത്? പെരിയാർ. അസ്ഥികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓസ്റ്റിയോളജി. വയലാർ അവാർഡ് ആദ്യം ലഭിച്ചത് ആർക്ക്? ലളിതാംബിക അന്തർജനം, അഗ്നിസാക്ഷി എന്ന നോവലിന്.